നാട്ടുക വിഷന്റെ ന്യൂസ് അറ്റ് 7 വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ ചുരുക്കത്തിൽ. വിദ്യാർത്ഥികൾക്ക് വായന അനിവാര്യമാണ്. അതിനായി മനോഹരമായ ലൈബ്രറികൾ ഒരുക്കണമെന്നും വായിക്കുന്നതിനായി കുട്ടികളെ പാകപ്പെടുത്തണമെന്നും നിയമസഭാ സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. വടശ്ശേരിപ്പുറം ഷെയ്ഖ് അഹമ്മദ് ഹാജി മെമ്മോറിയൽ ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ സുവർണ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. അങ്ങനെ ഒരു സ്റ്റാൻഡ് സർക്കാർ സ്വീകരിച്ചാൽ ആ ഘട്ടത്തിൽ നിങ്ങളുടെ MLA-യോടൊപ്പം സഹായിക്കാൻ ഞാൻ ഉണ്ടാകും എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു പോളിസി മേക്കർ അല്ല. പോളിസി സർക്കാരിന് എടുക്കുന്നത് ആ ഘട്ടത്തിലാണ്. ഞാൻ വളരെ ക്ലോസ് വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി എൻ്റെ പ്രസംഗം പലപ്പോഴും ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് എൻ്റെ പ്രസംഗം നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യരുത്. കൃത്യമായി ഞാൻ പറയുന്നു, സർക്കാർ ഇപ്പം ഹയർ സെക്കൻഡറി ആരംഭിക്കേണ്ടതില്ല എന്ന തീരുമാനമാണ്. ഇനി നാളെ സർക്കാർ തീരുമാനം മാറ്റുമ്പോഴാണ് ഞാൻ ഈ ക്ലോസ് ഇവിടെ ആഡ് ചെയ്യുന്നത്. ഇവിടെ പൊതുവിദ്യാഭ്യാസ മേഖല മെച്ചപ്പെട്ടു. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ നല്ല രീതിയിൽ ഇടപെടുന്നു. അതിന്റെ ഭാഗമാണ് ശ്രീ ഷംസുദ്ദീൻ പറഞ്ഞത് 3 കോടി രൂപയുടെ കെട്ടിടം നിർമ്മിക്കാൻ പോകുന്നു. 3 കോടി രൂപയുടെ കെട്ടിടം ഇവിടെ ഈ കൊട്ടപ്പുറം പഞ്ചായത്തിൽ ഈ ഷെയ്ഖ് അഹമ്മദ് ഹാജി മെമ്മോറിയൽ ഹൈസ്കൂൾ മെച്ചപ്പെടണം. ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടണം, തർക്കമില്ല. പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാവണം, കമ്പ്യൂട്ടർ ലാബുകൾ ഉണ്ടാവണം, ലാബോറട്ടറികളും ലൈബ്രറികളും ഉണ്ടാവണം. ലാബോറട്ടറികളും ലൈബ്രറികളും അനിവാര്യമാണ് സ്കൂളിന്. ഒപ്പം പ്ലേ ഗ്രൗണ്ടും അനിവാര്യമാണ്. വികസനത്തിന് ജനങ്ങളുടെ സഹകരണം വേണം. സ്കൂളിൻ്റെ അടിസ്ഥാന വികസനത്തിനായി ജനകീയ കമ്മിറ്റി, പൂർവ്വ വിദ്യാർത്ഥികൾ, PTA ജനങ്ങൾ ചേർന്ന് സ്കൂളിന് ആവശ്യമായ ഭൂമി കണ്ടെത്തണം. ഭൂമി കണ്ടെത്തുന്ന മുറയ്ക്ക് കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതിന് സർക്കാരിൻ്റെ സഹായമുണ്ടാകുമെന്നും സ്പീക്കർ ഉറപ്പു നൽകി. N ഷംസുദ്ദീൻ MLA അധ്യക്ഷത വഹിച്ചു. മൗലാന ചാരിറ്റബിൾ ട്രസ്റ്റിനുള്ള ഉപഹാരം സ്പീക്കർ സമ്മാനിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികളെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V പ്രീത, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്കര ജസേന എന്നിവർ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ തക്കൻ, ജില്ലാ പഞ്ചായത്ത് അംഗം മെഹർബാൻ ടീച്ചർ, ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ K റജീന, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജയരാജൻ, AEO C അബൂബക്കർ, നാട്ടുകൽ CI A ഹബീബുള്ള, PT പ്രസിഡന്റ് അക്കര ഹമീദ്, പ്രധാനാധ്യാപകൻ S നസീർ തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുത്തു. PTA അംഗങ്ങളും MPT അംഗങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു. വാർത്തകൾക്കായി നാട്ടുക വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.